ഇങ്ങോട്ട് നോക്കൂ, ഹിമാലയൻ മലനിരകൾ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ, അവിടെയും ഹിമാലയൻ മലനിരകൾ. അങ്ങനെ കുറച്ചു നേരം കറങ്ങിത്തിരിഞ്ഞ് നടന്ന ശേഷം എയർടെലിന്റെ സിം ഡീൽ ചെയ്യുന്ന ഒരു കട ഞങ്ങൾ സഹായിച്ചു എൻ്റെ ഇടയിൽ വഴി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. സർപ്രൈസിംഗ് ഇവിടുത്തെ പുള്ളിക്കാരന് കേരളത്തിലെ കുറച്ച് ജില്ലകളും കുറച്ച് വാക്കുകളും അറിയാമായിരുന്നു. ലേയിലെ ഏറ്റവും വലുതും ഹിസ്റ്റോറിക്കൽ ഐഡന്റിറ്റി ഉള്ള ഒരു ജുമാ മസ്ജിദാണിത്. ലഡാക്ക് കിങ്ഡത്തിന് ഡിഫൻസ് പ്രൊവൈഡ് ചെയ്യാമെന്നുള്ള ധാരണയിൽ മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് ലഡാക്ക് റൂളറായിരുന്ന ദൽദാൻ നംഗ്യാലും ചേർന്നുള്ള കരാറിൽ പണികഴിപ്പിച്ച ജുമാ മസ്ജിദാണിത്. ഇത് ഇസ്ലാമിക് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറിലെ ഒരു മനോഹരമായ പ്ലാന്റാണ്. സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് ലേ പാലസ്. ലേ പാലസിലേക്ക് നടന്നു പോകുന്ന വഴി കണ്ട ആർട്ട് വർക്കുകളാണ് ഇതെല്ലാം. പിന്നീടാണ് ഞാൻ കാര്യം ശ്രദ്ധിച്ചത്, ഇതകത്തിരുന്ന ഒരാളുടെ ഹാൻഡ് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഇരിക്കുന്ന മുഴുവൻ ഹാൻഡ് പെയിന്റ് ചെയ്ത ആർട്ട് വർക്കുകളായിരിക്കാം. ലേ പാലസിലോട്ട് പോകുന്ന ഗുഹയായിരുന്നു. ഇടവഴിയിൽ കൂടി ഞാൻ ഈ പാലസിൽ കയറി നടന്നു. ആരും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലം. സുഹൃത്തുക്കളെ, നമ്മൾ ലേ പാലസിലേക്ക് പോകാൻ ഇതൊക്കെയാണ്. ലേ പാലസിലേക്ക് പോകാൻ നമ്മൾ പുറകുവശത്തൂടെ വന്നത്. പള്ളിക്കെട്ട് ലേ പാലസിലേക്ക് കല്ലും വെള്ളം കാലൊക്കെ നിർത്തി. എൻ്റെ പൊന്നു നമ്പർകളെ, മേലെ കയറിയപ്പോൾ അയ്യോ, താമസം ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല. ടിവിയുടെ ശബ്ദമായിരുന്നു. അവിടെ പ്രതിഷ്ഠയുണ്ട്. നമ്മൾ ആക്ച്വലി നേരെയുള്ള എൻട്രൻസിന് ഓപ്പോസിറ്റ് ആയിട്ട് താഴേക്കോട്ടുള്ള വഴിയിലൂടെയാണ് കയറി വന്നത്. ഈ കാണുന്നതാണ് ആക്ച്വലി ലേ പാലസിലേക്കുള്ള ശരിക്കുമുള്ള എൻട്രൻസ്. ഇതിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ ഉള്ളിലെ വീഡിയോഗ്രാഫി അലൗഡല്ല. ഞാനിവിടെ വെച്ച് നിർത്തിയാണ്. 25 റുപ്പീസ് സംതിങ് ആയിരുന്നു ലേ പാലസിലേക്ക് കയറാനുള്ള ടിക്കറ്റ് ചാർജ്. ഇതാണ് എൻ്റെ ബാൽക്കണി എന്നുള്ള വീഡിയോ. ഇവിടുന്ന് ഫുള്ളിലെ സിറ്റി കാണാം. നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ 7th ഫ്ലോറിലെത്തി വന്നു. അവിടെ വയ്ക്കുമ്പോഴത്തേക്ക് നേടാ ഫുള്ള് ടൗൺ കാണാം. 2 ഫ്ലോറുടെ മേലോട്ടുണ്ട്. ഇതാ കയറാൻ ആക്സസിബിൾ ആയിട്ടുള്ള ടോപ്പ് ലെവൽ. പിന്നുള്ളത് 9th ആണ്. ഇത് 8th. 9th കയറാൻ പറ്റില്ല, ലോക്ക്ഡാ. 8th നിന്ന് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡും കാണാം, ഫുൾ ടൗൺ. ലേ പാലസ് കാണാൻ വന്ന് വഴി തെറ്റി. അന്ന് കണ്ട സാധനം വന്ന വഴിയും തെറ്റായിരുന്നു. ലേ പാലസിന്റെ അടുക്കള വഴിയാണ് വന്ന് കയറി. ഇറങ്ങി പോകുന്നത് ഏതോ കട്ടപ്പുറത്തൂടെ സ്ഥലത്തെത്തും. ഡ്രൈവറിനായി ഇവിടുന്ന് ഹാൻലേ അല്ലല്ലോ, ലേ മാർക്കറ്റ് ഇവിടെ അടുത്താണ് പറഞ്ഞ്. 1.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. തിരിച്ചു വരാൻ നേരത്ത് വൻ ദൂരം. നടന്ന് ഞാൻ മലയുടെ അടുത്തെത്തി. എൻ്റെ പുറകിൽ മലയാ. 2 റൂം ഇടങ്ങണ്ട്. ഇനിയും പോകണം. അയ്യോ, മാപ്പിൻ്റെ പ്രശ്നമാണ്. ഈ ഓട് വഴി കൂടെ എല്ലാം നടത്തിച്ച് അങ്ങ് എത്തിക്കുന്നത്. നടന്ന് ഇങ്ങനൊരു സ്ഥലത്തെത്തി. dreams she'll never keep.